ഇന്നത്തെ നമ്മുടെ റെസിപ്പി പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള 2 ടൈപ്പ് പുഡിങ്ങും ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ചിലവിൽ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യത്തെ റെസിപ്പി നേന്ത്രപ്പഴം വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടിയിട്ടും എടുക്കാവുന്നേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ അതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം കട്ടാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് നെയ്യിലിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് കളറൊന്ന് ചേഞ്ചായിട്ട് നല്ല പോലെ ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതിയാകും. പഴത ഇവിടെ നല്ല രീതിയിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഒത്തിരി അങ്ങ് ഉടഞ്ഞിട്ട് പോകരുത്. ഈ രീതിയിൽ വേണം കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരളവിൽ മധുരം മാത്രം മതിയാകും, കൂടുതലായിട്ട് വേണ്ട. ഇനി എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നല്ല പോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ഇനി അടുപ്പിലേക്ക് മറ്റൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. 500 ml ഒരു പാക്കറ്റ് പാല് മൊത്തത്തിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക. അപ്പോഴാണ് ഇങ്ങനത്തെ ഡെസേർട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഈ പാലൊന്ന് ചൂടായിട്ട് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. വീഡിയോ കട്ടായി പോയതാണ്. കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാകും. നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ ഒട്ടും കട്ടയൊന്നുമില്ല, നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സ് നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു പാലിലേക്ക് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി തിളച്ച് പോകരുത്. പിന്നെ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചേർക്കാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. എന്നിട്ട് നല്ല പോലെ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ കൈവെക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, കാരണം പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇതിവിടെ കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കറക്റ്റായിട്ടുള്ള മധുരമാണ് ഉള്ളത്. ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ചെറിയൊരു പീസ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. ഇനി നേരത്തെ വഴറ്റി വെച്ചുള്ള ആ ഒരു മിക്സിന്ന് ഒരു 3/4 ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ചേർക്കണ്ട, കുറച്ച് ഞാനിവിടെ ഗാർണിഷിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ഭാഗത്തോളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് വരട്ടെ. എല്ലാം കൂടെ ഒന്ന് തിളവന്ന് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഒത്തിരി കട്ടിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ട് വരികയും ചെയ്യും. ഈ ഒരു രീതിയിൽ. പിന്നെ നിങ്ങൾക്ക് പുഡിംഗ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിൻ്റെ അളവ് കൂട്ടിയിട്ടെടുത്താൽ മതിയാകും. ഇതുപോലെ ഈ രീതിയിൽ കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നേരത്തെ മാറ്റി വെച്ചുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സിന്ന് ഇതുപോലെ മുകളിലെ ഭാഗത്തേക്കായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. പെട്ടെന്നൊരു മധുരം കഴിക്കണം തോന്നുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. വെറും 3 ചേരുവ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കിട്ടിലൻ കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് അഥവാ 500 ml പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക പുഡിങ്ങിനൊക്കെ. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചിട്ടുള്ളതാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പാലൊന്ന് തിളച്ചിട്ട് വരട്ടെ.
പാലിതാ ഇതുപോലെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും പിന്നെ ഒന്നും കൂടെ നല്ലൊരു തിക്നെസ്സും കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഒരു പാലിതാ ഒത്തിരി അങ്ങ് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ മാത്രം മതിയാകും. ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇതുപോലെ പാനിൻ്റെ അടിഭാഗത്തായിട്ട് നിരത്തിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒന്ന് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്യാരമൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഏറ്റവും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ക്യാരമലാക്കി എടുക്കാം. പിന്നെ നിങ്ങൾ ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എല്ലാം എടുക്കണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇപ്പോൾ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഈ ഒരു കളറായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പെട്ടെന്ന് തന്നെ ക്യാരമലായിട്ട് കിട്ടും. പിന്നെ ഇത് ഒത്തിരി അങ്ങ് കരിച്ചെടുക്കരുത്. കളർ ചേഞ്ചായി കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു കഴിക്കണ ഒരു ടേസ്റ്റ് ആവും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഈ ഒരു ക്യാരമലിലേക്ക് നേരത്തെ തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു പാലുണ്ടല്ലോ അത് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തേക്കൊക്കെ നന്നായിട്ട് തെറിക്കും. പിന്നെ ഈ ഒരു ക്യാരമലൊക്കെ നന്നായിട്ട് ഒരു പാല് കിടന്നിട്ട് ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇനി അതവിടെ മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ ഒരു ബോക്സ് ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് മെൽറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് ഈ ഒരു കപ്പ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്താലും മതിയാകും. അപ്പോൾ പെട്ടെന്ന് മെൽറ്റായിട്ട് വരും. ഇതിവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ ചെറിയ തടികളൊക്കെ ഉണ്ടാകും. അതിനിത് പാലിൻ്റെ മിക്സിൽ കിടന്നിട്ട് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നോളും. ഇനി ഇത് പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ക്യാരമലും പാലൊക്കെ നല്ല പോലെ തിളച്ചിട്ട് മിക്സായി നല്ല അടിപൊളി കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു ചൈന ഗ്രാസ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞിട്ട് പോകും. രണ്ടും ഒരേ ചൂട് ആയിരിക്കണം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഈ ഒരു പാല് കിടന്നിട്ട് ഈ ഒരു ചൈന ഗ്രാസ് അങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. എല്ലാം കൂടെ ഒന്ന് തിളച്ച് മിക്സായി നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഒത്തിരി സമയം ഇട്ടിട്ട് കട്ടിയാക്കി എടുക്കണ്ട. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ട്രേ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് ട്രേ ആണുള്ളത് അതിൽ സെറ്റ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിൽ അതായിരുന്നാലും മതിയാകും. ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്ലാസിൻ്റെ ബൗളാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് പിന്നെ ഇങ്ങനെ നെയ്യ് പുരട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ പെട്ടെന്ന് വിട്ടിട്ട് വരും. ഇനി പുഡിങ് സെറ്റ് ചെയ്യുക. അതിനായിട്ട് ഒന്ന് അരിച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നന്നായിട്ട് അരിച്ചെടുക്കുക. ഈ ഒരു ചൈന ഗ്രാസിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും. അതുപോലെ ഏലക്കാപ്പൊടിൻ്റെ ആ ഒരു തരികളും ഒക്കെ ഉണ്ടാകും. അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. മൊത്തത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിപ്പങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതുപോലത്തെ ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടാകും. അതും കൂടെ അങ്ങ് മാറ്റിയെടുക്കുന്നുണ്ട്. കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുക. ഞാനിതാ കുറച്ച് കടലയൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇടിക്കല്ല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ഒത്തിരി അങ്ങ് പൊടിഞ്ഞിട്ട് പോകണ്ട. പിന്നെ കുറച്ച് തൊലിയും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടി ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. പക്ഷേ ഒരു കടല ഇതിലേക്ക് ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി നല്ല പോലെ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. മൊത്തത്തിൽ ഇതിന് മുകളിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓവർനൈറ്റ് സെറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 4-5 മണിക്കൂറെങ്കിലും നല്ല പോലെ സെറ്റ് ചെയ്തിട്ട് എടുക്കണം.
പുഡിങ് ഇതാ നല്ല പോലെ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 6 മണിക്കൂർ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. നല്ല പോലെ തണുപ്പിച്ചെടുക്കണം, അപ്പോഴാണ് പുഡിങ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ ഇതുപോലത്തെ ഒരു പരന്ന് പ്ലേറ്റിലൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റ് ആവും കേട്ടോ, അധികം സമയം എടുക്കുകയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാനിതാ ഇതുപോലത്തെ ഒരു സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്യണത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഈസി ആയിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് കൂടിയാണിത്. അപ്പോൾ അതാ ഒരു പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണിത്. പിന്നെ ഇതിലേക്ക് ചേർത്തുള്ള ഒരു പഞ്ചസാരൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കൂട്ടിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് നല്ല പോലെ തണുപ്പിച്ചിട്ട് വേണം പുഡിങ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂന്നാമത്തെ റെസിപ്പി ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. 500 ml 2 പാക്കറ്റ് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, അഥവാ 4 കപ്പ് പാല് മൊത്തത്തിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ പാലെടുക്കുമ്പോൾ നല്ല ഫുൾ ഫാറ്റി മിൽക്ക് എടുക്കുക, അപ്പോഴാണ് പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഇതിലേക്ക് 400 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്നിന് ഒരു പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ 200 ഗ്രാമിൻ്റെ ചെറിയ ടിന്നാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിതാ ഇതുപോലെ ഏകദേശം ഒരു പകുതിയേക്കാളും ഇത്രയും കൂടെ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിർബന്ധമില്ല, എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയാകും. ഇനി നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് പഞ്ചസാര മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതിയാകും. രണ്ടും കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിവിടെ നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം, ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് 20 ഗ്രാം ചൈന ഗ്രാസാണ് ആവശ്യമായിട്ടുള്ളത്. 10 ഗ്രാമിൻ്റെ 2 ബോക്സ് ആയിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ചൈന ഗ്രാസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ. ഇതൊന്ന് സോക്ക് ചെയ്യാണ്ട് വെക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 20 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ജലാറ്റിനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ചൈന ഗ്രാസ് കുതിർത്തിയെടുത്തിട്ട് മെൽറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുതിർത്തിയെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ, നല്ല പോലെ ഒന്ന് സോക്കായിട്ട് വരട്ടെ. ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഒരു പാലിൻ്റെ മിക്സ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കാരണം ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തോണ്ടും ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. മറ്റൊരു അടുപ്പിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി അടുപ്പിലേക്ക് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു ചൈന ഗ്രാസ് നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മെൽറ്റാക്കി എടുക്കാനായിട്ട്. ഇതവിടെ ഇരുന്നൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് തന്നെ പാല് നല്ല പോലെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് ഒരു 160 ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നല്ല ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതുപോലെ ഒരു 160 ഗ്രാമിൻ്റെ ചെറിയ ബോക്സ് ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഏകദേശം ഒരു 100 രൂപേൻ്റെ താഴെയൊക്കെ ആയിട്ട് റേറ്റ് വരുന്നുള്ളൂ. ഇതുപോലെ ചെറിയ പീസായിട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു പാല് കിടന്നിട്ട് നല്ല പോലെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ചോക്ലേറ്റ് പാലിൽ നല്ല പോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ വേണം മെൽറ്റാക്കി എടുക്കാനായിട്ട്. ഈ ഒരു സമയം കൊണ്ട് ആ ഒരു ചൈന ഗ്രാസും നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഒട്ടും തരികളൊന്നും ഇല്ലാതെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി പാലിൻ്റെ മിക്സ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ചേർത്തെടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം ചേർക്കാനായിട്ട്, എന്നാൽ പിരിഞ്ഞു പോകൂല. പിന്നെ നല്ല പുതിയ പാലെടുക്കുകയാണെങ്കിൽ പിരിയണ പ്രശ്നം വരില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മധുരം കുറവാന്ന് തോന്നിയപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണുണ്ട്. നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ. ചൈന ഗ്രാസ് പാലിൽ നല്ല പോലെ മെൽറ്റായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം കൂടെ ഇതുപോലെ കൈവെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം ആ ഒരു പിരിണ പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇനി സെറ്റ് ചെയ്യാണ്ട് വെക്കുക. അതിനായിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഏത് ട്രേ ആണുള്ളത് അതിൽ സെറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ചെറിയ തരികളോ അല്ലെങ്കിൽ പാലിൻ്റെ പാടുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്.
ഇനി മുകളിലെ ബബിൾസൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് ഇത് പുഡിങ് സെറ്റ് ആയിട്ട് വെക്കുക. ഒരു ഓവർ നൈറ്റാണ് ഞാനിവിടെ സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് നട്ട്സും അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് കഴിക്കാനും കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ട് എടുക്കാം. പുഡിങ് ഇതാ ഒരു ഓവർ നൈറ്റ് വെച്ചതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കോക്കോ പൗഡർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഒരു തിന്ന് ലെയർ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ സെർവ് ചെയ്യാൻ നേരത്ത് വേണം ഇതുപോലെ കോക്കോ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെയ്യാനായിട്ട്. പക്ഷേ ഇതിനെക്കാട്ടും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകുക. നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിനെ ഗ്രേറ്റ് ചെയ്തിട്ട് കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഞാൻ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ കോക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 4 സൈഡും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പുഡിങ് ഇതാ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാൻ ഇവിടെ ഒരു സ്ക്വയർ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ചെറിയ ചെറിയ ക്യൂബായിട്ടും കട്ടാക്കി എടുക്കുക. നിങ്ങൾ പാർട്ടികൾക്കൊക്കെയാണ് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പരന്നിട്ടുള്ള ട്രേയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാക്കറ്റ് പാൽ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും പകുതി അളവിൽ ഉണ്ടാക്കിയെടുത്താൽ മതിയാകും. പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ അളവ് ഒരിക്കലും കുറച്ചിട്ട് ചേർത്തെടുക്കരുത്. കൂടിയിട്ട് ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. ചോക്ലേറ്റ് എത്രത്തോളം ചേർക്കണോ അതിനനുസരിച്ചാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്